എൻ്റെ ചോദ്യം ഇതാണ്. നേരത്തെ VPP മുസ്തഫ കൃത്യമായി സന്ദീപ് വാര്യർ കണക്കുകൾ പറയുന്നു. ഒരു തരത്തിലുള്ള സംശയത്തിനും ഇട നൽകാത്ത വിധം ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ UDF സജ്ജമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മുന്നണി വിപുലീകരണമൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സംശയിക്കേണ്ടതില്ല. 100 സീറ്റ് ആത്മവിശ്വാസത്തോടുകൂടി ഇപ്പോഴും UDF പറയുന്നു, അത് ഉറപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നു. PV അൻവർ നിങ്ങളുടെ കൂടെ നിന്ന ആളാണ്. മുഖ്യമന്ത്രി പിതൃതുല്യനായിട്ട് കണക്കാക്കിയിരുന്ന നേതാവാണ്. UDFന് വേണ്ടി LDFന് വേണ്ടിയിട്ട് സൈബർ ഇടങ്ങളിൽ പടപൊരുതിയ നേതാവാണ്. ആ നേതാവാണ് ഇപ്പോൾ UDFനോടൊപ്പം പോകുന്നത്. നിലമ്പൂരിൽ വലിയ മാറ്റമുണ്ടാക്കാൻ PV അൻവറിന് സാധിച്ചു എന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ നമ്മൾ കണ്ടതല്ലേ. ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു കുന്തമുനയെ മാറാൻ പോവുകയാണ്, നാവായി മാറാൻ പോവുകയാണ്. UDFന്റെ അസോസിയേറ്റ് കക്ഷിയാണ്, പുറത്തു നിൽക്കുന്ന കക്ഷിയല്ല. അല്ല, ഇതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ആശങ്കയില്ല. ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ മുന്നണിയിലേക്ക് ആള് വായോ എന്ന് പറഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള പ്രചരണവും നടത്തുന്നില്ലല്ലോ. ഏതെങ്കിലും പാർട്ടി അടർത്തിയെടുക്കാൻ ഞങ്ങളൊരു ശ്രമവും നടത്തുന്നില്ലല്ലോ. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം താങ്കൾ ഈ പറയുന്നത് പോലെ 100 സീറ്റുകളോടുകൂടി തിരികെ 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുമെന്ന് വലിയ ആത്മവിശ്വാസമുള്ള ആളുകൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഗർവാസിസ് ആശാൻ എൽദോയെ സിനിമയിലെടുത്തു എന്ന് പറഞ്ഞതുപോലെ എടുപ്പ് തന്നെയല്ലേ. അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കാണ് ആശങ്ക, ആരുടെ മുന്നിലാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വളരെ 80 അടിക്കാനോ 70 അടിക്കാനോ അവർക്ക് അവരുടെ ആവശ്യമില്ല. പക്ഷെ 100 അടിക്കാൻ അവർക്ക് ഇവരുടെ രണ്ടുപേരുടെയും കൂടിയൊക്കെ പിന്തുണ വേണം എന്ന് കരുതിക്കൂടെ? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വെച്ചാൽ ശ്രീ VD സതീശൻ ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ അദ്ദേഹം ബോധ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എന്താ ബോധ്യം? അടുത്ത വർഷം മെയ് മാസത്തിൽ നിലവിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ ക്യാബിനറ്റ് റാങ്കെങ്കിലും നഷ്ടപ്പെടാതിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ബോധ്യത്തോടു കൂടി അദ്ദേഹം പരമാവധി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യമുണ്ട്. ഇതിപ്പോ ഈ ഉണ്ടായിട്ടുള്ള സീറ്റ് ചില കോർപ്പറേഷനുകളിലും നഗരസഭകളിലും കിട്ടിയ മുൻതൂക്കമാകെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അത് 2010 അനുഭവമാണ്. 2010 ഇതുപോലെ UDFന് വൻ മുൻതൂക്കം സഖാവ് VS മുഖ്യമന്ത്രിയായിരുന്ന ഭരണകാലത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതാണ്. ഏതാണ്ട് ഇതേ സ്റ്റാറ്റിക്സ് തന്നെയാണ് അന്നുണ്ടായത്. പക്ഷേ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴോ കഷ്ടിച്ച് 2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞത്. അത് വെളിവാക്കുന്ന അതേ ടാലിയാണ് ഇപ്പോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ആ ബോധ്യം VD സതീശനുണ്ട്. അതുകൊണ്ട് ഈ നിങ്ങളൊക്കെ ഇങ്ങനെ പൊലിപ്പിച്ചെടുക്കാൻ പോകുന്നത് പോലെയല്ല. കാരണം എന്താ, താങ്കൾ ഇപ്പോൾ ഇവിടെ എടുത്തിട്ട ശബരിമല വിഷയം ഉൾപ്പെടെ തിരിഞ്ഞു കുത്തുകയാണ്. എങ്ങനെയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും VS ശിവകുമാർ ദേവസ്വം മന്ത്രിയുമായിരിക്കുമ്പോൾ ഈ പറഞ്ഞ പെരുങ്കള്ളൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത്? എന്നല്ലാണ് പറഞ്ഞത്. 2009 ആലപ്പുഴയിൽ ഒരു മാധവൻ നമ്പൂതിരി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് ഒരു കീഴ്ശാന്തിയായിട്ട് പരികർമ്മിയായിട്ട് എത്തിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ ഒരു ചുമതല ഏൽപ്പിക്കുന്നത് 2009 ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അതിനുശേഷം അയാൾ അവിടെ തുടർന്നു. പ്രയാർ ഗോപാലകൃഷ്ണന്റെ സമയത്തും അയാൾ അവിടെ വലിയ സ്വാധീനശേഷിയുള്ള ആളായിരുന്നു. അത് ഞാൻ സമ്മതിക്കുന്നു. അരുണെ, ഒരു കീഴ്ശാന്തിയിൽ നിന്ന് ശശി തരൂരിനെ പോലെയുള്ള പ്രവർത്തക സമിതി അംഗം ആവശ്യപ്പെട്ടാൽ പോലും അനുമതി ലഭിക്കാത്ത ഹൈക്കമാൻഡിന്റെ സൂപ്പർ പവർ സോണിയാഗാന്ധിയെ കാണാൻ 2 തവണ അനുമതി കിട്ടുന്ന വിധത്തിൽ UDF ഭരണകാലത്ത് പോറ്റി വളരുകയല്ലേ? നിങ്ങൾ അത് കാണണ്ടേ? അല്ല, അതേ പോറ്റിയല്ലേ മുഖ്യമന്ത്രിക്ക് സർക്കാരിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് ഗൂർഖാജീപ്പ് കൊടുക്കുന്ന സ്പോൺസറായത്? കടകംപള്ളി സുരേന്ദ്രനെ പോയി കൂടിക്കാഴ്ച നടത്തുന്നത് ഇതേ കീഴ്ശാന്തിക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ? എന്ന് പറഞ്ഞ പാരഡി ഗാനമൊക്കെ വെച്ച് പോറ്റിയെ കയറ്റിയത് ആര് എന്നൊക്കെ പറഞ്ഞുള്ള പാരഡി ഗാനം ഉണ്ടാക്കാൻ ശ്രമിച്ചെടുത്തുന്നത് തിരിഞ്ഞു കുത്തുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. വളരെ ശക്തമായ നിലയിൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറ പോയിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ല, മറ്റാരേക്കാളും VD സതീശന് ബോധ്യമുണ്ട്. ഇവിടെ ശ്രീ ഗോപകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങൾ എത്രയൊക്കെ സീറ്റ് കുറഞ്ഞു, കോർപ്പറേഷൻ പോയി എന്നൊക്കെ പറഞ്ഞാലും ഇടതുപക്ഷത്തിന്റെ ഇപ്പോ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ഒക്കെ ഉണ്ടായിട്ട് പോലും 35% വോട്ട് ലഭിച്ച് ശക്തമായ ഫലത്തിലുണ്ട്. അവർ ഏതാണ്ട് 60 സീറ്റിനടുത്ത് ഇപ്പോൾ ഇടതുപക്ഷം ഈ പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ടുള്ള നമ്മുടെ മുന്നോട്ട് പോക്കിനുള്ള ശക്തമായ നിലപാടായിട്ട് നിൽക്കുകയാണ്. ശ്രീ അരുൺ,
LDFന്റെ രാഷ്ട്രീയ അടിത്തറ നഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ മലബാറിലൊരു ചൊല്ലുണ്ട്, അച്ഛൻ തെങ്ങുമ്പോൾ വീണു ഒന്നും പറ്റിയിട്ടില്ല, തല കാണാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മലബാറിലെ ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ LDFന്റെ അവസ്ഥ. അതുകൊണ്ട് അടിത്തറ നഷ്ടപ്പെട്ടില്ല എന്ന് പറയണ്ട. രണ്ട്, ഇവരുടെ ഈ ഉണ്ണീകൃഷ്ണൻ പോറ്റി ഇത്രത്തോളം മോശക്കാരനാണ് എന്ന് അവർക്ക് ബോധ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഉണ്ണീകൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് ഈ സ്വർണം മുഴുവൻ ഇപ്പം ഈ അടുത്ത് പോലും എടുത്തു കൊടുത്ത ആരാണ്? കൊണ്ടുപോയിട്ട് നേരേക്ക് കൊണ്ടുപോകാൻ മോനെ എന്ന് പറഞ്ഞ് വ്യാജമായിട്ടുള്ള രേഖകളൊക്കെ ഉണ്ടാക്കി എടുത്തു കൊടുത്ത ആരാണ്? അപ്പോൾ CPM-ലെ നേതാക്കന്മാരാണ് ജയിലിൽ കിടക്കുന്നത്. അത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് പങ്കില്ല എന്ന് പറയാൻ പറ്റുന്നത്? എന്നിട്ട് പണ്ട് എപ്പോഴോ പോയി സോണിയാഗാന്ധിയെ കണ്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ കൂടെ ഫോട്ടോ എടുത്ത് പറഞ്ഞു അത് മുഴുവൻ ഞങ്ങളെ തലയിൽ കിടന്നു നോക്കുകയാണ്. ഒരു കാലഘട്ടത്തിലും ഞങ്ങളുടെ ഭരണകാലത്ത് ഒരു കാലഘട്ടത്തിലും ഉണ്ണീകൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ ഉണ്ണീകൃഷ്ണൻ പോറ്റി എന്നല്ല ഒരാൾക്കും ശബരിമല ഇതുപോലെ ഒരു മോഷണം നടത്താൻ ഞങ്ങളുടെ ഭരണകാലത്ത് കഴിഞ്ഞിട്ടില്ല, UDF കഴിഞ്ഞിട്ടില്ല. വളരെ സത്യസന്ധമായും സുതാര്യമായിട്ടും ആ കാലത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട. മുസ്തഫ, ഈ ഇപ്പൊ പറഞ്ഞ CPM-ന്റെ 2 നേതാക്കളുടെ കൂടെ ജയിലിൽ കിടക്കുന്ന വേറെ ഒരു 7 പേരുണ്ട്. അവരെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും ഉയർന്ന പദവികൾ വഹിച്ച ഉദ്യോഗസ്ഥരാണ്. അവരെല്ലാം അവിടുത്തെ INTUC യൂണിയന്റെ നേതാക്കളായിരുന്നു. UDF ആളുകളുമെല്ലാം കോൺഗ്രസ് സംഘടനയുടെ നേതാക്കളാണ്. ഒരു പച്ചക്കള്ളമല്ല, രേഖകളല്ലേ. ബാബു ആരാണ് പറഞ്ഞോട്ടെ? ബാബു CPI CIT ആണോ? ആരാണ് എന്നുള്ളത് ഇങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ അനുഭവങ്ങൾ നിൽക്കുകയാണ്. അവിടുത്തെ കോൺഗ്രസ് സംഘടനയുടെ നേതാക്കൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉള്ളിൽ കിടക്കുന്നു, മുൻ MLA ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഉള്ളിൽ കിടക്കുന്നു. നിങ്ങളുടെ ഗുരുദാസിന്റെ APS ആയിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വാസു കിടക്കുന്നു. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ്. ഇത് കേരളത്തിൽ ജനങ്ങൾ കാണുന്നില്ലേ? എന്റെ മുസ്തഫ ഇതെല്ലാം CPM-ന്റെ CIT-ന്റെ നേതാക്കന്മാരാ. അരുൺകുമാർ കഴിഞ്ഞ ദിവസം മാപ്പ് പറയേണ്ടി വന്നില്ലേ ഓരോ കള്ളത്തരം പറഞ്ഞിട്ട്? നിങ്ങളിപ്പോ കോൺഗ്രസിലെത്തി, അവിടെ പഴയ RSS ഉള്ളതുപോലെ വ്യാജ പ്രചരണം ഇനിയും നടത്തരുത്. വാസുവിനോട് പറഞ്ഞാൽ മതി. അത് മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രശ്നം OK വാസുവിനോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അശോകനോട് പറഞ്ഞാൽ മതി. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഡോക്ടർ ജി ഗോപകുമാറിനെ 8 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ഡോക്ടർ ജി ഗോപകുമാർ 2010 കണക്ക് റെഫറൻസ് ആയിട്ട് എടുത്താൽ അതൊരു വലിയ സ്ഫോടനാത്മകമായി നിയമസഭയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. അന്ന് പോലും 2 വോട്ടിന്റെ മാത്രമാണ് ഭൂരിപക്ഷം UDF-ന് കിട്ടിയത്. പക്ഷേ Debate with Dr. Arun Kumar.